വിജയ് യേശുദാസിന്റെ ദാമ്പത്യ ജീവിതം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടും സിനിമാ ജീവിതത്തിനേക്കാളും ഒരുപക്ഷെ എല്ലാവരും കൂടുതലും ചർച്ച ചെയ്തതും വിഷയമാക്കിയിട്ടുള്ളതുമെല്ലാം തന്നെ വിജയ് യേശുദാസും ദർശനയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തന്നെയാണ്. നടൻ ഗായകൻ യേശുദാസിന്റെ മകനായതുകൊണ്ട് മാത്രമല്ല, നടനെന്ന മേഖലയിലും ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന താരമെന്ന നിലയിലും ഒരുപാട് സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന നിലയിലും വിജയ് യേശുദാസിന്റെ ജീവിതവും വിജയ് യേശുദാസിന്റെ ദാമ്പത്യവും ഒക്കെ തന്നെ വളരെയധികം ചർച്ചയ്ക്ക് അടിസ്ഥാനമായിരുന്നു. മക്കളുടെ കാര്യം വന്നാൽ നമ്മളെപ്പോഴും ഒരുമിച്ച് നിൽക്കും എന്നാണ് ദർശനയും വിജയും തമ്മിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള കാര്യം. മക്കൾ ഇപ്പോൾ എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും അതിന് പൂർണ്ണ പിന്തുണ നൽകും. മക്കളുടെ എന്ത് കാര്യത്തിനും വിജയ്ക്ക് ദർശനയും വിളിക്കാം, ദർശനയ്ക്ക് വിജയെയും വിളിക്കാം. അതായിരുന്നു ഇവർ തമ്മിലുള്ള ഏറ്റവും വലുതും ഏറ്റവും അവസാനമായി പറഞ്ഞ കാര്യവും. ഇപ്പോഴിതാ മക്കൾ വലിയ കുട്ടികളായിരിക്കുന്നു. അവരിപ്പോൾ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായവും അവരുടെ കരിയർ ചൂസ് ചെയ്യേണ്ട പ്രായവുമായിരിക്കുന്നു. അച്ഛനെ പോലെ സിനിമയിലേക്ക് വരാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ തുടരാം. മറ്റ് കാര്യങ്ങളിലേക്കും ജോലികളിലേക്കുമാണ് അവർക്ക് പോകേണ്ടതെങ്കിൽ അങ്ങനെയും പോകാം. എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ വിജയ് യേശുദാസിൻ്റെ പിന്നാലെയാണ് എന്ന് തന്നെ പറയാം. വിവാഹശേഷവും വിജയിനൊപ്പം വേദികളിലും സ്ഥിര സംബന്ധിതമായ പരിപാടികളിലും ദർശന കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നത്. മാതൃകാ ദമ്പതികളായിരുന്നു ഇവരെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അതിനിടയിലായിരുന്നു ഇരുവരും വേർപിരിയുക എന്നതിനെക്കുറിച്ച് പറഞ്ഞത്. പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ഇരുന്ന് ഇരുവരും വഴിപിരിഞ്ഞു. മക്കളുടെ കാര്യങ്ങൾക്ക് എന്നും ഒന്നിച്ചു നിൽക്കുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു. ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നാണ് അന്ന് പറഞ്ഞത്. ഞാനാണ് വിക്ടിം എന്നോ ട്രോമ ഫീൽ ചെയ്തെന്നോ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്ത് നോർമലായ സംഭവങ്ങളാണ് ഇടയ്ക്ക് വെച്ച് വേർപിരിയുന്നത്. നമുക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേർപിരിയണം, അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും നല്ല സങ്കല്പവും അതുപോലെ നമ്മുടെ ജീവിതവും ഒക്കെ തന്നെ മാറി മറിയുന്നത്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാക്കുകളും അത്തരത്തിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയ ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണ്. ആരാധക പ്രീതിയോടെ മുന്നേറുന്നൊരു വാർത്ത. അതുതന്നെയാണ് ഇപ്പോൾ വിജയ് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള അംഗീകാരം. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പിരിഞ്ഞു താമസിക്കുന്ന പല രക്ഷിതാക്കളുള്ള കുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരുന്ന വേദന തങ്ങളുടെ കുട്ടികൾ അനുഭവിക്കരുത് എന്ന് ഓരോ മാതാപിതാക്കളും തീരുമാനിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുക. നിങ്ങൾക്ക് വിവാഹബന്ധം പിന്നീട് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേർപിരിയാം. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ചയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അനിവാര്യമാണ്. അത് വിജയ് യേശുദാസും ദർശനയും എടുത്തതുപോലൊരു തീരുമാനമായിരിക്കണം എന്നതുകൂടി ഏറ്റവും വലിയൊരു കാര്യമായി തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.